ഹേ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് ദേവ് ദീപാവലി കാണാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് ഓരോ ഗല്ലിയിലും ഓരോ വീടിൻ്റെ ഫ്രണ്ടിൽ കുറേ ദീപങ്ങളൊക്കെ കത്തിച്ച് നല്ല രസമായിരുന്നു കാണാൻ. പിന്നെ അവിടെ നല്ല തിരക്കായിരുന്നു. അങ്ങനെ ഏതൊക്കെ ഗല്ലി കൂടെയൊക്കെ കയറി നമ്മൾ അവസാനം ഘാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഗംഗാരതി നടക്കുമായിരുന്നു. കൂടാതെ ഓരോ ഘാട്ടിലും ഓരോരുത്തരായിട്ട് ഇങ്ങനെ ദീപങ്ങളൊക്കെ കത്തിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. നല്ല രസമായിരുന്നു. എല്ലാ സ്റ്റെപ്സിൽ കൂടെയും കുറേ ദീപങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ചുകൂടി ഗംഗാരതി അടുത്ത് കാണാൻ വേണ്ടി പോയി നിന്നു. നല്ല തിരക്കായിരുന്നു അവിടെ. അങ്ങനെ അതൊക്കെ കണ്ട് ഓരോ ഘാട്ട്സിൽ കൂടെ നമ്മളിങ്ങനെ നടക്കും. അപ്പോൾ ഓരോ ഘാട്ടിലും ഓരോരോ പരിപാടികളാണ്. അപ്പോൾ കുറേ ആളുകൾ പൂവൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ദീപമൊക്കെ വെച്ച് ഇങ്ങനെ കത്തിക്കുന്നുണ്ടായിരുന്നു. എല്ലായിടത്തും ഇങ്ങനെ വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം ഈ ബോട്ടിൽ കയറുന്നവരൊക്കെ നോക്കിയിരുന്നു. നല്ല പൈസയാണ് ഈ ദേവ് ദീപാവലിയുടെ സമയത്ത്. അതുകൊണ്ട് നമ്മൾ ബോട്ടിൽ കയറാൻ നിന്നില്ല. അതിന് നമ്മൾ അടുത്ത ഘാട്ടിലേക്ക് പോയി. അപ്പോൾ അവിടെ കുറേ പേര് നിന്ന് മത്താപ്പൊക്കെ കത്തിക്കുകയാണ്. ഇത് കണ്ടോ കേട്ടോ, മത്താപ്പൊക്കെ കത്തിച്ച് കഴിഞ്ഞിട്ട് ആ ചെറിയ ചെറുക്കൻ കാണിക്കാൻ പോകുന്ന പരിപാടി അവൻ അത് കത്തി കഴിയുമ്പോഴത്തേനും തെറിപ്പിച്ച ആളുകളുടെ അടുത്തേക്ക് ഇടുകയാണ്. അത് കഴിഞ്ഞപ്പോൾ കുറേ ആളുകൾ ലാന്തേണൊക്കെ വിടുന്ന കണ്ടു. പിന്നെ ഒരു സൈഡിൽ ആഘോഷങ്ങളൊക്കെ നടക്കുമ്പോഴും ഇവിടെ ചിത എരിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് ഹരിശ്ചന്ദ് സിംഗ് ഘാട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ പോയ ഘാട്ടിൽ എന്തോ DJ പരിപാടി നടക്കുമായിരുന്നു. അങ്ങനെ കറക്റ്റ് 8 മണിയായപ്പോഴത്തേനും പടക്കമൊക്കെ പൊട്ടിത്തുടങ്ങി. നല്ല രസമാണ്. നമ്മുടെ ഗംഗയുടെ ഓപ്പോസിറ്റുള്ള സൈഡിൽ നിന്നാണ് ഇത് പൊട്ടിക്കുന്നത്. 8:15 വരെ ഉണ്ടായിരുന്നു. മഹാദേവൻ ത്രിപുരാസുരനെ വധിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ദേവന്മാർ ഗംഗയിൽ വന്ന് പുണ്യസ്നാനം നടത്തി ദീപങ്ങളെല്ലാം കത്തിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ഐതിഹ്യത്തിൻ്റെ ഇതിലാണ് ഇവിടെ ദേവ് ദീപാവലി ആഘോഷിക്കുന്നത്. ദീപാവലി കഴിഞ്ഞ് 15ാമത്തെ ദിവസമാണ് ദേവ് ദീപാവലി ആഘോഷിക്കുന്നത്. കഴിഞ്ഞ കൊല്ലത്തേക്കാളും ഈ കൊല്ലം ശരിക്കും തിരക്ക് കുറവാട്ടോ. അതിന് ഞങ്ങൾ നേരെ പോയത് ഷാജിക്കനിലേക്കാണ്. അപ്പോൾ അവിടെ പോയപ്പോൾ ഞങ്ങൾ വെറുതെ ഇരുന്നപ്പോൾ ചന്ദ്രയുടെ ഓരോരോ എൻ്റർടൈൻമെൻറ്റുകൾ അങ്ങനെ നമ്മൾ കാത്തിരുന്ന ഫുഡ് എത്തി. അപ്പോൾ സ്പെഷ്യൽ ചിക്കൻ ടിക്ക ബിരിയാണി ആയിരുന്നു ഞങ്ങൾ വാങ്ങിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ബൈ എവ്രി വൺ.